ഓക്കെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഭക്തി മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മധ്യകാല ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം. ഇത് ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഉണ്ടായ സൂഫി പ്രസ്ഥാനം, ഇസ്ലാം മതത്തിലുണ്ടായ ഒരു ആധ്യാത്മിക പ്രസ്ഥാനം പോലെ തന്നെ ഹിന്ദു മതത്തിലുണ്ടായ ഒരു സംഭവമാണ്, ഒരു പ്രസ്ഥാനമാണ് ഭക്തി പ്രസ്ഥാനം. മധ്യകാല ഹിന്ദുമതത്തിൽ ഉണ്ടായ ഒരു പ്രത്യേകമായ ദൈവത്തോടുള്ള ആരാധനയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒരു ആധ്യാത്മിക പ്രസ്ഥാനമായിട്ട് ഭക്തി പ്രസ്ഥാനത്തെ കണക്കാക്കാം. ഇത് പിന്നീട് സിഖ് മതത്തിന്റെ രൂപീകരണത്തിലൊക്കെ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം പാഷനേറ്റ് ഡിവോഷൻ ടു എ ഡെയിറ്റി, ഒരു പ്രത്യേക ദൈവിക സങ്കല്പത്തോടുള്ള അമിതമായ ഒരു ആരാധനയാണ് ഭക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഈ ഭക്തി അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഡിവോഷൻ തന്നെ ദൈവത്തിൽ ഗോഡ് മേ ഹാവ് എ ഫോം, രൂപമുള്ള ദൈവത്തെ ആരാധിക്കുന്നവരുമുണ്ട്. ഫോംലെസ് ആയിട്ടുള്ള അഥവാ നിർഗുണ, സഗുണ ആൻഡ് നിർഗുണ, ഇങ്ങനെയുള്ള രണ്ട് വിഭാഗം ഭക്തി ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട്. ഫോംലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായ രൂപമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു വിഗ്രഹാരാധനയ്ക്ക് എതിർത്ത ആളുകളാണ്. സഗുണ, ദൈവത്തിന് പ്രത്യേകമായ രൂപമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വിഗ്രഹാരാധനയിലേക്കൊക്കെ കടക്കുന്നത്. ഈ ഭക്തി പ്രസ്ഥാനം, നോർത്ത് ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൽ നിന്നാണ്. ദക്ഷിണേന്ത്യയിൽ അത് 7-8 നൂറ്റാണ്ടുകളിൽ ആവിർഭവിക്കുകയും അത് തന്നെ തമിഴ്നാട്, കേരള തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ആവിർഭവിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് അത് നോർത്ത് ഇന്ത്യയിലേക്ക് വ്യാപിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലേക്ക് ഏകദേശം ഒരു 15-ാം നൂറ്റാണ്ടാവുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടമാവുമ്പോഴാണ് അത് വളർന്ന് വ്യാപിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ. പിന്നീട് 15, 16, 17 നൂറ്റാണ്ടുകളിൽ അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തുകയും ചെയ്തു. അപ്പൊ നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗം ആളുകളാണ് ആൾവാർമാരും നായനാർമാരും. ആൾവാർമാര് വിഷ്ണു ഭക്തിയുടെ ഫോളോവേഴ്സാണ്. നായനാർമാരെന്ന് പറയുന്നത് ശൈവൈറ്റുകൾ, ശൈവ ഭക്തിയുടെ ആളുകളാണ്, ഫോളോവേഴ്സാണ്. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രഗത്ഭനായ വക്താവാണ് ശങ്കരാചാര്യ. അദ്ദേഹം ഹിന്ദുമതത്തിലെ ഒരു മതനവീകരണ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തുകൊണ്ട് ഹിന്ദുമതത്തിന്റെ രൂപത്തിനും ഭാവത്തിനും വലിയ മാറ്റമുണ്ടാക്കിയ ഒരു പണ്ഡിതനാണ് ശങ്കരാചാര്യർ. അദ്ദേഹം കേരളത്തിലെ ഭക്തി പണ്ഡിതനാണ്. അദ്ദേഹം കാലടിയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അദ്ദേഹത്തിന്റെ ആശയം അറിയപ്പെടുന്ന അദ്വൈത വേദാന്തം എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ ദർശനം അറിയപ്പെടുന്നത്. ബ്രഹ്മസത്യ ജഗത് മിഥ്യ ജീവോത്തത ബ്രഹ്മൈവ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദർശനങ്ങളുടെ അടിസ്ഥാന വാക്യം. ബ്രഹ്മസത്യം, ബ്രഹ്മമാണ് സത്യമായിട്ടുള്ളത്, ജഗത് മിഥ്യയാണ്. ജഗത്ത് എന്ന് പറഞ്ഞ ഭൂമി, ഈ പ്രകൃതി, നമ്മൾ കാണുന്ന ഭൗതിക വസ്തുക്കളെല്ലാം അത് മിഥ്യയാണ്, മായയാണ്, ഇല്യൂഷനാണ്. ബ്രഹ്മമാണ് സത്യമായിട്ടുള്ളത്. ബ്രഹ്മ എന്ന് പറഞ്ഞ ജീവോത്തത ബ്രഹ്മൈവ, ജീവാത്മാവാണ് ബ്രഹ്മ എന്ന് പറഞ്ഞത്. അപ്പം റിയാലിറ്റി എന്ന് പറയുന്നത് ജീവാത്മാവാണ്, അത് മാത്രമേ ഉള്ളൂ. അഥവാ അദ്വൈത രണ്ടില്ല. ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടാണ്, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല. അഥവാ ജീവാത്മാവ് എന്ന് പറയുന്ന ഏകമാണ് റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യമുള്ളത് എന്ന ആശയങ്ങൾ പ്രചരിപ്പിച്ച വക്താവാണ് ശങ്കരാചാര്യൻ. ഇന്ത്യയിൽ ഉടനീളം സ്വാധീനമുണ്ടാക്കിയ ഒരു പ്രഗത്ഭ പണ്ഡിതനാണ് ശങ്കരാചാര്യ. അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വക്താവാണ്. പിന്നീട് നോർത്ത് ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇദ്ദേഹം. നോർത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഭക്തി പ്രസ്ഥാനത്തിന് വിവിധ സ്ട്രീമുകളുണ്ട്, വിവിധ വിഭാഗ ഗ്രൂപ്പുകളുണ്ട്. അത് പ്രാദേശികമായിട്ട് ആവിർഭവിക്കുകയും ആ പ്രദേശങ്ങളിലുള്ള ദൈവിക അല്ലെങ്കിൽ ദേവദേവതകളെ ആരാധിക്കുന്നതിലെ, പ്രത്യേകമായിട്ട് ആരാധിക്കുന്നതിലാണ് അത് വികാസം പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പോപ്പുലർ മൊണോത്തിസ്റ്റിക് മൂവ്മെന്റ്. ഏകദൈവ വിശ്വാസത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ട്. പിന്നീട് വൈഷ്ണവിസം എന്ന വിഷ്ണു ഭക്തി വിഭാഗത്തിലെ ഒരു വിഭാഗമുണ്ട്. ശൈവിസം, ശിവനെ ആരാധിക്കുന്ന വലിയൊരു
വിഭാഗമുണ്ട്. വൈഷ്ണവിസവും ശൈവിസവുമാണ് ഭക്തി പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗം. പിന്നീട് മറ്റു ചില ഗ്രൂപ്പുകളാണ് ശക്തിസം, അതുപോലെ തന്നെ ഭഗവതിസം തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകളെല്ലാം. അപ്പോൾ ഭക്തി മൂവ്മെന്റ് പ്രാദേശിക ഭാഷയിലാണ് ഭക്തി പ്രസ്ഥാന പണ്ഡിതന്മാരെ, ഭക്തി സന്യാസിമാരെല്ലാം നാട്ടുഭാഷയിലാണ് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ഈ ഭക്തി പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോസസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെന്റ്, ഭക്തി പ്രസ്ഥാനം ആവിർഭവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, അഥവാ നോർത്ത് ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനം ആവിർഭവിക്കുന്നതിന്റെ ഒരു കാരണം, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം ദ ഇൻഫ്ലുവൻസ് ഓഫ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന്, അഥവാ കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഭക്തി പ്രസ്ഥാനം നോർത്ത് ഇന്ത്യയിലേക്ക് വ്യാപിക്കുന്നത്. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഒരു സ്ഥാപനം, ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിക്കുന്നതോടുകൂടെ കാർഷിക പുരോഗതി, അതുപോലെ തന്നെ കച്ചവട മേഖലയിലൊക്കെ പുരോഗതി ഉണ്ടാകും, നഗരവൽക്കരണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതിന്റെ ഫലമായി സാധാരണ ജനങ്ങളിൽ ജാതി വ്യവസ്ഥയിൽ താഴേക്കിടയിലുണ്ടായിരുന്ന വൈശ്യശൂദ്ര വിഭാഗങ്ങൾക്ക് സാമ്പത്തികമായ ഒരു മേന്മ കൈവന്നു. അവര് കച്ചവടമൊക്കെ ചെയ്തുകൊണ്ട് സാമ്പത്തികമായ മേന്മ കൈവന്നു. പക്ഷെ സാമൂഹികമായി അവർ എപ്പോഴും പിന്നോക്കമായിരുന്നു. അവര് ഈ ബ്രാഹ്മണ ക്ഷത്രിയ, അത് സമൂഹത്തിൽ ജാതി വ്യവസ്ഥയിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമുണ്ടായിരുന്ന ബ്രാഹ്മണ ക്ഷത്രിയന്മാർക്കെതിരെ ശക്തമായ പ്രസ്ഥാനങ്ങൾ ആവിർഭവിക്കുകയും അങ്ങനെ ഉണ്ടായ, അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനത്തിൽ വ്യാപകമായി ആകർഷിതരാവുകയും അത് ഭക്തി പ്രസ്ഥാനത്തിന് വലിയ ശക്തി പകരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റൈസ് ഓഫ് ആന്റി ബ്രാഹ്മൺ മൂവ്മെന്റ്, ഈ ബ്രാഹ്മണ ക്ഷത്രിയ മേധാവിത്വത്തിനെതിരെ നോൺ ബ്രാഹ്മൺ പ്രസ്ഥാനങ്ങൾ ഇതേ കാലഘട്ടങ്ങളിൽ തന്നെ, ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്തു. മറ്റു ചില പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്ന ഒരാശയം, ഈ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ്. ഇവിടെയുള്ള ഫ്യൂഡൽ സംവിധാനങ്ങൾക്കെതിരെ, ഫ്യൂഡൽ അടിച്ചമർത്തലിനെതിരെയുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് അവർ കാണുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റുകളെ പോലെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റേറ്റിന്, രാഷ്ട്രവും സഭയും ചേർന്ന് നടത്തുന്ന ചൂഷണത്തിനെതിരെയാണ് പ്രൊട്ടസ്റ്റാന്റിസം ഡെവലപ്പ് ചെയ്തത്. എന്നതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ഫ്യൂഡൽ ഒപ്രഷനെതിരെയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ചില പണ്ഡിതന്മാർ, മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരെല്ലാം വിവക്ഷിക്കുന്നുണ്ട്. പിന്നെ എക്കണോമിക് പ്രോസ്പെരിറ്റി ഓഫ് ലോവർ കാസ്റ്റ്, ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിലുണ്ടായ ഒരു സാമ്പത്തിക അഭിവൃദ്ധി, പ്രത്യേകിച്ചും ലോവർ കാസ്റ്റിലെ ആളുകൾക്കുണ്ടായ അഭിവൃദ്ധി അവരുടെ സാമൂഹികമായ ഉന്നതിക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ ഉയർത്താനും അതിനൊരു വേദിയായിട്ട് ഭക്തി പ്രസ്ഥാനം രൂപപ്പെടുകയും അങ്ങനെ അത് ഉപയോഗിക്കുകയും ചെയ്തു. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്, ഭക്തി പ്രസ്ഥാനത്തിന്റെ പൊതുവായ ചില സവിശേഷതകളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഭക്തി പ്രസ്ഥാനം കണ്ടംഡ് കാസ്റ്റ് സിസ്റ്റത്തെ, ജാതി വ്യവസ്ഥയെ ശക്തമായിട്ട് എതിർത്തു. ദെൻ റിജിഡിറ്റി ഓഫ് റിച്വൽസ്, ആരാധനകളെ, ആചാരങ്ങളെയൊക്കെ, കർക്കശ്യത്തെ ശക്തമായിട്ട് എതിർത്തു. അതുപോലെ തന്നെ സങ്കീർണമായ കുറെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു, അതിനെയെല്ലാം ഭക്തി പ്രസ്ഥാനം തള്ളി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ഭക്തി പണ്ഡിതന്മാരാണ് വിഗ്രഹാരാധനയെ ശക്തമായിട്ട് എതിർത്തത്. ആൻഡ് ദേ എംഫസൈസ്ഡ് പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ആൻഡ് മൈൻഡ്, ഹൃദയത്തിന്റെയും മനസ്സിന്റെയും നന്മ, ശുദ്ധിയാണ് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതോടൊപ്പം മാനവികത, അതുപോലെ തന്നെ മാനവികതയും ദൈവത്തോടുള്ള ആരാധനയുമാണ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള മാർഗമായിട്ട് അവർ കണ്ടത്. ദെൻ ദേ വർഷിപ്ഡ് വൺ പേഴ്സണൽ ഗോഡ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു അടിസ്ഥാന സവിശേഷത എന്ന് പറയുന്നത് ഒരു ഫേവറേറ്റ് ഗോഡ്, ഒരു ഫേവറേറ്റ് ഉള്ള ഒരു ദൈവത്തിനോട്, ഒരു ഡെയിറ്റിയോടുള്ള ആരാധനയാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. അതോടൊപ്പം ഇവര് മതപരമായിട്ടുള്ള ഐക്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഭക്തി പണ്ഡിതന്മാരെല്ലാം അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അതോടൊപ്പം ദേ എക്സ്പ്രസ്ഡ് ദെയർ ഐഡിയാസ് ഇൻ വർണാക്കുലർ ലാംഗ്വേജ്, നാട്ടുഭാഷകളിൽ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അത് നാട്ടുഭാഷകളുടെ വികാസത്തിന് കാരണമായി. അങ്ങനെ ഹിന്ദി, മറാത്തി, ബംഗാളി, ഗുജറാത്തി തുടങ്ങിയിട്ടുള്ള നാട്ടുഭാഷകൾക്ക്, പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൈവന്നു സമൂഹത്തിൽ. അതിൻ്റെയൊക്കെ ഒരു വികാസത്തിന് കാരണം വന്നു. ഈ ഭാഷകളിലെ സാഹിത്യകൃതികളൊക്കെ സമ്പുഷ്ടമായി.
ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രധാനപ്പെട്ട ഭക്തി പണ്ഡിതന്മാര്, ഭക്തി കവികൾ, ചിന്തകരാരൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്.